നമസ്കാരം. വെട്ടർ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. പൊന്മുണ്ടം പഞ്ചായത്തിന് കീഴിലുള്ള വയലത്തൂർ മീൻ മാർക്കറ്റിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് നാട്ടുകാർക്ക് തീരാദുരിതം സൃഷ്ടിക്കുന്നു. 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റ് തകർന്നതിനെ തുടർന്ന് വ്യാപാരികൾക്ക് കച്ചവടം നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. മലപ്പുറം ജില്ലാ ഭരണകൂടത്തിൻ്റെയും സൗഹൃദവേദി തിരൂരിൻ്റെയും സഹകരണത്തോടുകൂടി കവിയും സാഹിത്യകാരനുമായ ഫിറോസ് ഖാൻ പരപ്പനങ്ങാടി തയ്യാറാക്കിയ രാക്ഷസ ലഹരി വിരുദ്ധ സംഗീത ആൽബം മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് കളക്ടറുടെ ചേംബറിൽ വെച്ച് പ്രകാശനം ചെയ്തു. ടിക്കറ്റും രേഖകളും ആവശ്യപ്പെട്ടു. ശീതളപാനീയ കച്ചവടക്കാരൻ ഓടുന്ന ട്രെയിനിൽ നിന്നും എടുത്തുചാടി. എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് മലപ്പുറം താനൂരിൽ എത്തിയപ്പോഴാണ് വേഗത്തിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവാവ് ചാടിയത്. തെന്നല സ്വദേശിയെ ആക്രമിച്ച് 1.9 കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ കൊട്ടേഷൻ നൽകിയവരുടെ സ്ഥാപനങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തി. കൊട്ടേഷൻ നൽകിയ തിരൂർ BP അങ്ങാടി പോത്തഞ്ചേരി ഷാജഹാൻ, കൂരിയാട് എരിയാടൻ വീട്ടിൽ സാദിഖലി എന്നിവരുടെ തിരൂരിലെയും വേങ്ങരയിലെയും ധനകാര്യ സ്ഥാപനങ്ങളിലാണ് താനൂർ പോലീസ് റെയ്ഡ് നടത്തിയത്. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും സാക്ഷരതാ മിഷൻ അതോറിറ്റിയും ജില്ലാ പഞ്ചായത്തും ജില്ലാ സാക്ഷരതാ മിഷൻ സംയുക്തമായി ലോക സാക്ഷരതാ വാരാചരണ ജില്ലാതല സമാപനം സംഘടിപ്പിച്ചു. സമാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് 22 ലക്ഷം രൂപ ചെലവഴിച്ച് BP അങ്ങാടി GLP സ്കൂളിൽ നിർമ്മിച്ച സ്റ്റേജ് കം ഡൈനിങ് ഹാൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകർ തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് മാർച്ച് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. നട്ടെല്ല് തകർന്ന പരിക്കുമായി റോഡിൽ ഇഴഞ്ഞു നീങ്ങിയ തെരുവുനായയ്ക്ക് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ ഇടപെടലിൽ പരിചരണം. തിരൂർ പോലീസ് സ്റ്റേഷനിലെ ASI പ്രീതയാണ് അവശയായ തെരുവുനായയ്ക്ക് സഹായവുമായി എത്തിയത്. കേരള സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ GBSS തിരൂരിൽ പാസ്വേഡ് 2025-2026 ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ചുവന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് തിരുനാവായ കൽപ്പകഞ്ചേരി വളവന്നൂർ ആദവനാട് പെരുമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. തിരൂർ പൂക്കയിൽ പെട്രോൾ പമ്പിന് സമീപം വെച്ച് സ്വകാര്യ ബസ് ബൈക്കുമായി കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു. ഉള്ളാട്ടിൽ ശ്രീധരൻ സ്മാരക റോഡ് റെസിഡന്റ് അസോസിയേഷനും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ വള്ളുവനാട് ബ്രാഞ്ചും തിരൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ നേത്രപരിശോധന ക്യാമ്പും സൗജന്യ ദന്തപരിശോധന ക്യാമ്പും മാങ്ങാട്ടിരിയിൽ വെച്ച് നടന്നു. അഭയാർത്ഥി ക്യാമ്പുകളിലും ആരാധനാലയങ്ങളിലും ആതുരാലയങ്ങളിലും ബോംബുകൾ വർഷിച്ച് വംശഹത്യ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന ഇസ്രായേലിൻ്റെ മാനവിക വിരുദ്ധമായ സമീപനത്തിന് നേരെ മൗനം ദീക്ഷിക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ നിലപാട് കൊടും ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കലാണെന്ന് സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് കോൺവക്കേഷൻ സെറിമണി പ്രോഗ്രാം ആവശ്യപ്പെട്ടു. കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി AK അബ്ദുൽ ഹമീദ് മദനി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.